അതേപോലെ തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അറിവിനെ പോലെ തന്നെയാണ് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് അദബ്. ചില മഹാന്മാർ പറഞ്ഞത് കാണാം, ഞങ്ങൾ അദബിനെയാണ് പൊടിയായി കാണുന്നത്, ഇൽമിനെ ഉപ്പ് പോലെയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ചോറ് വെക്കുമ്പം അരിയാണല്ലോ കൂടുതൽ, ഉപ്പ് കുറച്ചല്ലേ വേണ്ടു. ഇതുപോലെ ഒരാൾക്ക് ഇൽമിനേക്കാളും തോനെ വേണ്ടതെന്താ? അദബാണ്. കാരണം ഈ അദബില്ലാത്ത ഇൽമു കൊണ്ട് ചിലപ്പോൾ അപകടം ഉണ്ടായി. അതേ സമയത്ത് അറിവ് പറ്റ കുറവാണെങ്കിലും അദബുണ്ടെങ്കിൽ ആൾ രക്ഷപ്പെട്ടു. അതിനാൽ ഇൽമിനോടൊപ്പം മുതഅല്ലിമീങ്ങൾക്കും അല്ലാത്തവർക്കും ഒക്കെ ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ് അദബ് എന്ന് പറയുന്നത്. അതാണ് ശരിയായ ആത്മീയത. ഇന്നത്തസവ്വുഫ കുല്ലഹു ലഹുവൽ അദബ് ഫമിനൽ അവാരിഫി ഫത്ലുബൻ ഹുവ അഹ്വിലാ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് പരിപൂർണമായും ജീവിത മര്യാദകൾ പാലിക്കലാണ്. മര്യാദകളാണ് അദബ്. ആ അദബുകളാണ് ശരിയായ ആത്മീയത എന്ന് പറയുന്നത്. അള്ളാഹുവിനോട് നമുക്ക് അദബ് വേണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള അമ്പിയാക്കളോട് അദബ് വേണം. ആലിമീങ്ങളോട്, ഉസ്താദുമാരോട്, മാതാപിതാക്കളോട്, പ്രായത്തിന് മുതിർന്നവരോട്, പള്ളിയോട്, കിതാബിനോട്, ബാങ്കിനോട്, ഇങ്ങനെ ദീനിൻ്റെ സർവ്വ ശിആറുകളോടും അദബുള്ളവരായി നമ്മൾ മാറണം. ആ അദബിൽ ചാലിച്ച അറിവ് കൊണ്ടേ നമുക്ക് രക്ഷയുള്ളൂ. കേവല അറിവ് കൊണ്ട് രക്ഷയില്ല. അതുകൊണ്ട് യജമാനനായ റബ്ബിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അദബോടെ കാണേണ്ടത്. അതെങ്ങനെയാണ്? നമ്മളെ കൽബിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയുണ്ടാകുക. അള്ളാഹു കാണുമല്ലോ, അള്ളാഹു ഇത് രേഖപ്പെടുത്തുന്നുണ്ടല്ലോ, അള്ളാഹു എന്നെ ചോദ്യം ചെയ്യുമല്ലോ. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. കണ്ണുകൾ കൊണ്ടുള്ള കട്ടുനോട്ടങ്ങൾ മുതൽ നമ്മളെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച വികാര വിചാരങ്ങളെ വരെ സവിസ്തരം അറിയുന്നവനാണല്ലോ എൻ്റെ റബ്ബ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നിന്റെ രക്ഷിതാവായ അള്ളാഹു നിന്നെ അതാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, നീ അവനെ കാണാത്ത വിധത്തിൽ. ആ അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിലും അറിവിലും പെടാതെ എനിക്കൊരു തെറ്റും ചെയ്യാൻ പറ്റില്ല, ഒരു നന്മയും ചെയ്യാൻ പറ്റില്ല. അള്ളാഹ് കാണാതെ പോകൂല. ഞാൻ ഏത് നന്മ ചെയ്താലും, ഏത് തെറ്റ് ചെയ്താലും അള്ളാഹു അറിയാതെ പോകൂല. ഈ ഒരു വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് അള്ളാഹിനെ കുറിച്ചുള്ള അദബ് നമ്മളെടുത്തുണ്ടായത്. ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് അത്ര ശ്രദ്ധ ഉണ്ടാവില്ല. എന്നാൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അതിനേക്കാളൊക്കെ ശ്രദ്ധ ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ, നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവുമായുള്ള അഭിമുഖമാണല്ലോ നിസ്കാരം, മുനാജാത്താണ്. പടച്ചോനുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ. ആ സംസാരിക്കുന്ന സമയത്ത് ഖുർആൻ നമുക്കൊരു അദബ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. നിങ്ങൾ എവിടെ വെച്ച് നിസ്കരിക്കുകയാണെങ്കിലും അവിടെ നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങൾ എടുത്തണിയുക എന്ന് പറഞ്ഞാൽ നല്ല പൂർണ്ണ വസ്ത്രം ധരിക്കുക, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, സുഗന്ധം ഉപയോഗിക്കുക. അങ്ങനെ നല്ല സൗന്ദര്യവാനായി നിൽക്കേണ്ടത് ആരുടെ മുമ്പിലാ? അള്ളാൻ്റെ മുമ്പിലാണ്. ഫത്തുൽ മുഈനിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തിൻ്റെ ആദാബുകളിൽ ഈ കാര്യം. എന്നാൽ നമുക്ക് ഓർമ്മയുള്ളത് നിസ്കാരത്തിൻ്റെ ഷർത്ത് പറഞ്ഞിടത്തുള്ള മസല മാത്രമാണ്. ഔറത്ത് മറക്കണം. പുരുഷൻ്റെ ഔറത്ത് ഏതാ? മുട്ടുപൊക്കലിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ്. ഇതെല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ പള്ളിയിലൊക്കെ പോയി ജമാഅത്ത് പങ്കെടുക്കാൻ വേണ്ടി നിസ്കരിക്കാൻ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പം നല്ല തുണിയുപ്പായിട്ട് പോകും. അതിൻ്റെ കാരണം എന്താ? നമ്മൾ ഒരട മനുഷ്യന്മാരുണ്ടാവൂലേന്നാണ് അല്ലേ? ആൾക്കാർ കാണുന്ന സ്ഥലമായതുകൊണ്ട് നല്ല അങ്ങനെ വേണം, മനുഷ്യന്മാരും പരിഗണിക്കണം. എന്നാൽ നമ്മളൊക്കെ തന്നെ വീട്ടിൽ നിന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും അവസ്ഥ? പലപ്പോഴും കുപ്പായം തന്നെ ഇടൂല, തല മറക്കൂല.
എന്നാൽ ചിലപ്പോഴൊക്കെ ഉടുക്കൽ എന്തുമായിരിക്കും? പടച്ചോനെ, ആ വാഴത്തോട്ടത്ത് പോകുമ്പോഴുള്ള ഒരു കള്ളിത്തുണിയുണ്ട്, അയിമൽ എന്തൊക്കെ ചിത്രങ്ങളുള്ള ഒരു വാഴക്കറ കൊണ്ടുണ്ടാക്കിയ ഓസ്ട്രേലിയൻ്റെ പടമുണ്ട്, അതുപോലെ ശ്രീലങ്കൻ്റെ പൂത്തുണ്ട്. ഇതെല്ലാം ഉള്ള ഒരു തുണി എടുത്തിട്ടാണ് അവിടെ നിസ്കരിക്കുക. കാരണം എന്തേ? അവിടെ ഇപ്പം ആരും കാണാനില്ലല്ലോ എന്നാ. അള്ളാനെ നമ്മൾ ഓർക്കണില്ല. ഞാൻ അള്ളാൻ്റെ മുമ്പിലല്ലേ നിൽക്കുന്നത്. ആ അദബാണ് ഏറ്റവും പ്രാധാന്യം. വലിയ ചൂടെടുക്കുക, വേർത്തൊലിക്കുക, അങ്ങനത്തെ ഘട്ടത്തിൽ അഫുണ്ട്. എന്നാൽ സാധാരണ നമ്മൾ അദബോടുകൂടെ പടച്ചോൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാൾ എങ്ങനെ നിൽക്കാവൂ? വീട്ടിൽ നിന്നാണെങ്കിലും ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക, പൂർണ്ണ വസ്ത്രം ധരിക്കുക. അങ്ങനെ റബ്ബിനോട് അദബുള്ളവരായി മാറണം. അല്ലാഹു നമുക്ക് അദബ് നൽകട്ടെ. പടച്ചോനോടുള്ള അദബിൻ്റെ ഭാഗമാണ് അള്ളാൻ്റെ പേരിനെ ആദരിക്കുക. എല്ലാ വെള്ളിയാഴ്ച രാവിലും അതുപോലെ എല്ലാ രാത്രിയിലും വിത്തറിലും ഒക്കെ നമ്മൾ ഓതാറില്ലേ, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. എന്താണ് ആയത്തിൻ്റെ അർത്ഥം? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, സമുന്നതനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമവിശുദ്ധിയെ നീ വാഴ്ത്തണേ, സൂക്ഷിക്കണേ. പടച്ചോനെ മാത്രം വാഴ്ത്തിയാലും സൂക്ഷിച്ചാലും പോരാ, അവൻ്റെ നാമവിശുദ്ധിയെ കൂടി നീ സൂക്ഷിക്കണം. പടച്ചോൻ്റെ പേര് പവിത്രമാണ്. ആ പേര് പറയുമ്പോൾ അതിൻ്റെ അളമത്ത്, ബഹുമാനം നമ്മളെ കൽബിലുണ്ടാകണം. അതിൻ്റെ ഭാഗമാണ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അള്ളാനോട് പാലിക്കേണ്ട അദബാണ് ആ ബാങ്കിനെ ശ്രദ്ധിച്ചു കേൾക്കുക. ഖുർആൻ ഓതുകയാണെങ്കിൽ അത് നിർത്തിവെക്കണം. അതുപോലെ വഅദ് പറയുകയാണെങ്കിൽ അത് നിർത്തിവെക്കണം. ദുആ ചെയ്യുകയാണെങ്കിൽ അത് നിർത്തിവെക്കണം. നിസ്കാരം മാത്രം നിർത്തണ്ട. നിസ്കാരത്തിലാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഇജാബത്ത് കൊടുത്താൽ മതി. അല്ലാത്ത ഏത് ഏർപ്പാടും നിർത്തിവെച്ച് ശ്രദ്ധിച്ച് അതുപോലെ ഇജാബത്ത് കൊടുക്കണം. എന്താണ് കാരണം? അത് പടച്ചവൻ്റെ നാമത്തിൻ്റെ വിശുദ്ധിയെ സൂക്ഷിക്കലാണ്. നമ്മൾ അതുകൊണ്ടാണ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അതേപോലെ ശ്രദ്ധിച്ച് കേട്ട് ഇജാബത്ത് ചെയ്യണം. അവിടെ നമ്മൾ ഐഹികമായ സംസാരത്തിൽ ഏർപ്പെടുകയോ ഫോണിൽ വർത്തമാനം പറയുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടായാൽ നമ്മൾ പേടിക്കണം. മുത്തുനബി പറയുന്നുണ്ട്, മൻ തക്കല്ലമ ഇന്ദല്ലദാനി യതലജ്ലജു ലിസാനുഹു ഇന്ദൽ മൗത്ത്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഭൗതിക സംസാരത്തിലേർപ്പെടുന്നവർ മരണാസന്നരാകുമ്പോൾ കെലിമ ചൊല്ലാൻ കഴിയാതെ അവൻ്റെ നാവ് പടച്ചു പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബാങ്കിലെ പ്രധാന പ്രമേയന്താ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റ. ഇത് അവസാനമായി ചൊല്ലി മരിച്ചാൽ ഒന്നാം ഘട്ടത്തിൽ തന്നെ സ്വർഗത്തിലെത്താനുള്ള സൗഭാഗ്യം ഉണ്ടാവും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. എന്നാൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അതിനെ അനാദരിച്ചുകൊണ്ട് ഭൗതിക സംസാരത്തിൽ ഏർപ്പെട്ടാൽ അത് അള്ളാഹുവിനോട് അദബ് കേട് കാണിക്കലാണ്. അവൻ്റെ ഈമാൻ നഷ്ടപ്പെടാൻ വരെ കാരണമാകും. നമ്മൾ അദബ് ശ്രദ്ധിക്കണം. ഇതേപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ നാമവിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ് അള്ളാഹുവിൻ്റെ പേരുകളെ എഴുതിയ വസ്തുക്കൾ, കടലാസുകൾ, സ്റ്റിക്കറുകൾ. ഇതിനൊക്കെ നമ്മൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. ചില ആളുകളൊക്കെ അള്ളാഹിനോട് വലിയ ബഹുമാനം കാണിച്ച് കാറിൻ്റെ വേക്കിലും ഓട്ടോറിക്ഷൻ്റെ പുറത്തും ഒക്കെ കാണാം തവക്കൽതു അലല്ലാഹ്, ഹസ്ബി അല്ലാഹ്, അല്ലേ, സുബ്ഹാനല്ലാഹ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. വലിപ്പോൾ പഠിച്ചവൻ്റെ എതിരാളികളല്ല കേട്ടോ, അള്ളാഹിനെ ബഹുമാനിച്ച് ചെയ്യാണ് ഇവിടെ കാറിൻ്റെ പുറത്ത്. നമ്മൾ ചിന്തിക്കണം, അത് അദബ് കേടാണ്. കാറിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ അള്ളാഹിൻ്റെ പേരെഴുതി വെച്ച് ഒരു മാവിൻ്റെ ചോട്ടിൽ കാറ് നിർത്തിയിട്ടാൽ മാവുമ്മൽ വന്നിരിക്കുന്ന കാക്കക്ക് എന്ത് മാഷാ അല്ലാ. കാക്ക നേരെ എന്തെങ്കിലും വിട്ടാൽ അത് എവിടെ വീഴുക? അള്ളാഹിൻ്റെ പേരുമ്മലാണ്. നമ്മളത് സൂക്ഷിക്കണം. അങ്ങനെ അള്ളാഹിൻ്റെ പേര് മലിനമാകുന്ന ഒരു സ്ഥലത്ത് നമ്മൾ അതിനെ കൊണ്ടുപോയി ഒട്ടിക്കരുത്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, സമുന്നതനായ റബ്ബിൻ്റെ നാമവിശുദ്ധി നമ്മൾ കാക്കണം. നിങ്ങൾക്കതിൻ്റെ ബർക്കത്ത് കിട്ടാനാണോ കാറിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒട്ടിക്കുക, ബാക്കിലെ ചില്ലിൻ്റെ മരുന്ന് ഉള്ളിൽ ഒട്ടിച്ച് പുറത്തേക്ക് കാണുന്ന സിസ്റ്റം ഉണ്ടാക്കാം.
അതല്ല ആയത്തുൽ കുർസിയാണോ? നിങ്ങൾക്ക് കാറിൻ്റെ മുന്നിൽ ഉൾഭാഗത്ത് തൂക്കിയിടാം. റോട്ടിലൂടെ ഓടിച്ചു കൊണ്ടുപോകുമ്പം നജസായ ചേറും ചളിയുമൊക്കെ തെറിക്കുന്ന സ്ഥലത്ത് കാറിൻ്റെ പുറത്തോ ഓട്ടോറിക്ഷയുടെ പുറത്തോ ഒന്നും അള്ളാൻ്റെ പേര് എഴുതി വെച്ചുകൂടാ. അത് പടച്ചോനോടുള്ള അദബിനെതിരാണ്. ഈ രീതിയിൽ അള്ളാഹുവിനോടാണ് നമ്മൾ ഏറ്റവും വലിയ അദബ് കാണിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സൃഷ്ടികളുടെ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും ആദരിക്കേണ്ട വ്യക്തിത്വം. അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ആദരണീയനായ വ്യക്തി നിങ്ങളിൽ ഏറ്റവും ഭക്തനായ ആ വ്യക്തിയാകുന്നു. ആരാണ് ആ ഭക്തനായ വ്യക്തി? നബിതങ്ങൾ തന്നെ പറഞ്ഞതായി സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ഇന്നി അഖ്ശാകും ലില്ലാഹ് വഅത്ഖാകും ലില്ലാഹ്. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അധികം അള്ളാഹുവിന് തഖ്വ ചെയ്യുന്നവൻ ഞാനാകുന്നു. ആ നബിതങ്ങളാണ് അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ ആദരണീയൻ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ അങ്ങേയറ്റത്തെ അദബ് പാലിച്ച് ബഹുമാനം പ്രകടിപ്പിച്ച് പെരുമാറണം. ചെറിയ ഒരപമര്യാദ നമ്മളിൽ നിന്ന് മുത്തുനബിയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചാൽ അത് നമ്മൾ ചെയ്ത സർവ്വ സൽക്കർമ്മങ്ങളും പൊളിഞ്ഞ് ബാത്തിലായി പോകാൻ കാരണമാകുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. നമ്മൾക്ക് എത്രയോ വഅദ് കേട്ടതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിൽ ചെന്ന് ഒരാൾ സംസാരിക്കുമ്പോൾ മുത്തുനബിയുടെ ശബ്ദത്തെക്കാൾ അവൻ്റെ ശബ്ദം ഒന്ന് പൊങ്ങിപ്പോകുകയോ അല്ലെങ്കിൽ നമ്മൾ പരസ്പരം സാധാരണക്കാർ സംസാരിക്കുന്ന രീതിയിലും ഭാവത്തിലും മുത്തുനബിയുടെ സമീപത്ത് വെച്ച് നമ്മൾ സംസാരിക്കുകയോ ചെയ്താൽ അൻതഹബത അഅമാലുക്കും വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങളറിയില്ല, അന്നുവരെ നിങ്ങൾ ചെയ്ത സർവ്വ സൽക്കർമ്മങ്ങളും ബാത്തിലായി പോകുമെന്ന് അള്ളാഹിൻ്റെ ഖുർആനാണ് പറയുന്നത്. ദാ നബിതങ്ങളോടുള്ള അദബ്. ഞങ്ങളൊരിക്കൽ ഹജ്ജിന് പോയപ്പോൾ നമ്മളെ ചീഫ് അമീറായി അന്നുണ്ടായിരുന്നത് മഹാനായ ചെറിയ അലിക്കുഞ്ഞി ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ. അവിഭക്ത സമസ്തയിൽ അംഗമായിരുന്ന സമസ്തയുടെ ഉപാധ്യക്ഷനായി വഫാത്തായി പോയ മഹാനവറുകൾ വലിയ അദബുള്ള മനുഷ്യനാണ്. ബഹുമാനപ്പെട്ടവർ അന്ന് മദീനയിൽ ഞങ്ങളെത്തി. ഞങ്ങളൊക്കെ റൗള ഷെരീഫ് ഇന്നത്തെ മാതിരിയല്ല, അന്ന് ധാരാളം സമയം അവിടെ പോയിരിക്കാം. അങ്ങനെ ഓരോരുത്തർ പറഞ്ഞു ഞാൻ തഹജ്ജുദിന് അവിടെ കയറി, പിന്നെ ളുഹ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ചിലർ പറഞ്ഞു എനിക്ക് ജമാഅത്ത് അവിടുന്നാണ് കിട്ടിയത്. ഇതൊക്കെ അങ്ങനെ പറഞ്ഞ് അമീറുമാരൊക്കെ സന്തോഷം പങ്കുവെക്കുമ്പം കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ചെറിയ ഉസ്താദ് പറഞ്ഞു, ഞാൻ നമ്മളാ വന്ന ദിവസം ഒന്ന് അവിടെ കാല് വെച്ച് പിന്നെ ഇങ്ങോട്ട് പോന്നതാണ്. പിന്നെ ഞാൻ അവിടേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. അത് മറ്റൊന്നുമല്ല, എന്തെങ്കിലും അപമര്യാദ എൻ്റെ അടുത്ത് നിന്ന് ഉണ്ടായാലോ എമലൊക്കെ പൊളിഞ്ഞു പോകൂലേ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളെ ഉസ്താദുമാരൊക്കെ അദബ്. അള്ളാഹു അവരൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ഉഹ്റവിയായ ആലിമീങ്ങളിലും മുത്തവല്ലിമീങ്ങളിലും അദബുള്ളവരും അള്ളാഹു പെടുത്തി തരട്ടെ. അങ്ങനെ നമ്മൾ എല്ലാ അദബ് പാലിക്കേണ്ടവരോടും അദബ് പാലിക്കണം. നമ്മുടെ ഉമ്മയും ബാപ്പയും നമ്മളേറെ ആദരിക്കേണ്ടവരും അദബ് പാലിക്കേണ്ടവരുമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിലേക്ക് രണ്ടാളുകൾ നടന്നു വരുന്നു. ഒരു ചെറുപ്പക്കാരൻ മുന്നിലുണ്ട്, പ്രായമുള്ള ആള് പിറകിലുണ്ട്. തിരുനബി തങ്ങൾ ചോദിച്ചു, മോനെ ആരാണ് ആ പിറകിൽ നടന്നു വരുന്നത്? മുന്നിലുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞു, അത് വാപ്പയാണ് നബിയേ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുഖത്തിൻ്റെ നിറമങ്ങ് മാറി. സഗൗരവം അവിടുന്ന് പറഞ്ഞു, മേലിൽ പിതാവിനെ പിന്നിലാക്കി മുന്നിൽ നടന്നു പോകരുതേ. വാപ്പക്ക് പ്രായമായതാ, നടന്നിട്ട് എത്തണില്ല. പക്ഷെ അപ്പം മക്കൾ എന്ത് ചെയ്യേണ്ടി വരും? രണ്ടടി വയ്യോട്ട് നടക്കേണ്ടി വരും. അല്ലാതെ പ്രായമായി വാപ്പക്ക് നടക്കാൻ വയ്യാറ് ഞാനവിടെ മുന്നിൽ നടക്കാൻ പാടില്ല, അത് അദബ് കേടാണ്. ഒരു വാപ്പയെ ആദരിക്കാനും ബഹുമാനിക്കാനും ശീലിച്ചില്ലെങ്കിൽ നമ്മളെ ഇൽമു ഫലം ചെയ്യൂല. നമ്മൾ എത്ര വലിയ ആലിമായാലും ഉദ്യോഗസ്ഥനായാലും അധികാരമുള്ളവനായാലും വാപ്പ തന്നെ.
വാപ്പയുടെ മേലേക്ക് ഒരിക്കലും മക്കൾ വളരൂല. അത് നമ്മൾ അറിയണം. മുത്തനബി പറയുന്നത് അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന. വാപ്പ എന്ന് പറഞ്ഞ ആളാരാണെന്നറിയോ? ആ പിതാവ് നിങ്ങളെ സ്വർഗത്തിൻ്റെ നടുവിലെ വാതിലാണ്. താല്പര്യമുണ്ടെങ്കിൽ ആ വാതിൽ നീ സംരക്ഷിച്ചോ, ഇല്ലെങ്കിൽ തകർത്ത് കളഞ്ഞോ. അത് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വാപ്പയോട് കാണിക്കേണ്ട അദബും ബഹുമാനവും ആ പരിചരണമൊക്കെ വാപ്പക്ക് കൊടുത്ത് ആ സ്വർഗത്തിൻ്റെ നടുവാതിൽ നീ നിലനിർത്തിക്കോന്ന്. അവരെ നമ്മൾ ഒരിക്കലും ചെറുതായി കാണാൻ പാടില്ല. ഇതുപോലെ ഉമ്മ നമ്മൾ അങ്ങേയറ്റം അദബ് പുലർത്തേണ്ടവരാണ്. അത് പരിപൂർണമായും ഉമ്മയുടെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കണം. വാപ്പാക്ക് ചിലപ്പോൾ കൈക്കരുത്തുണ്ടാകും, ആ പേടി കൊണ്ടുള്ള ചില അദബ് നമ്മൾ കാണിച്ചേക്കാം. അല്ലേ, പണവും വീടും പറമ്പും ഒക്കെ വാപ്പൻ്റെ പേരിലാണെങ്കിൽ ആ പേടി കൊണ്ടൊരു അദബ് കാണിച്ചേക്കാം. പാവപ്പെട്ട ഉമ്മാൻ്റെ പേരിലുണ്ടായതിന് 10 സെൻറ്റ് അത് നേരത്തെ തന്നെ വിറ്റുപോയതാ വാപ്പ. ഞമ്മക്കൊന്നുമില്ല, അതുകൊണ്ട് ഉമ്മാക്ക് കൈക്കും ബലമില്ല. ആ ഉമ്മാനെ പരിഹസിച്ചും ഉമ്മാനെ വില വെക്കാതെയും നമ്മൾ പോയാൽ അത് വലിയ നഷ്ടമാണ്. യമനിൽ നിന്നതാ ഒരു ചെറുപ്പക്കാരൻ വരുന്നു. അന്നത്തെ കാലത്ത് ത്യാഗോജ്വലമായൊരു യാത്രയാണ്. മദീനയിൽ എത്തിച്ചേർന്നു. മുത്തുനബിയോട് പറയുന്നു, നബിയേ, ഞാൻ യമനിൽ നിന്ന് മദീനയിൽ വന്നത് മദീന രാജ്യത്തിൻ്റെ സൈന്യത്തിലൊരംഗമായി എന്നെ ചേർക്കണം. ഈ നാടിനെ പ്രതിരോധിച്ച് രക്തസാക്ഷിത്വം വരിച്ച് സ്വർഗം പുൽകണം. അതാണ് എൻ്റെ ഉത്കടമായ ആഗ്രഹമെന്ന് പറഞ്ഞ് അള്ളാൻ്റെ റസൂലിൻ്റെ മുമ്പിൽ വന്ന് സൈന്യത്തിലേക്ക് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി ഒരൊറ്റ ചോദ്യമാണ്, അലക്ക വാലിദാ, മോനെ നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അയാൾ പറഞ്ഞു, നാം, അതേ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ഉടനെ മുത്തുനബി പറയുകയാണ്, ഫർജ്, നാ വേഗം തിരിച്ചു വിട്ടോ യമനിലേക്ക് തന്നെ. ആ ഉമ്മക്ക് വേണ്ട ഹിദ്മകൾ നീ ചെയ്തോ. കാരണം ഫഇന്ന ജന്നതക തഹ്ത ഖദമൈഹാ, നിന്റെ സ്വർഗം കിടക്കുന്നത് ആ മാതാവിൻ്റെ കാലിൻ്റെ ചുവട്ടിലാണ് കേട്ടോ. ആ ഉമ്മക്ക് പാദസേവ ചെയ്തെങ്കിലേ നിനക്ക് സ്വർഗം കിട്ടൂ. രാജ്യത്തിനു വേണ്ടി പോരാടി രക്തസാക്ഷിത്വം വരിക്കുന്നതിനേക്കാൾ മുന്തിയത് ഉമ്മയുടെ പൊരുത്തം വാങ്ങി സ്വർഗം പുൽകലാണെന്ന് പറഞ്ഞ് തിരിച്ചയച്ചതാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, ചെറുപ്പക്കാരെ, കൂട്ടുകാരെ, ഉമ്മയോടും ബാപ്പയോടും അദബോടെ, മര്യാദയോടെ, ബഹുമാനത്തോടെ പെരുമാറുക. അവർ പഴയ ജനറേഷനാണ്. നിങ്ങളുടെ പുതിയ സാങ്കേതിക വിദ്യ അവർക്കറിഞ്ഞെന്ന് വരില്ല, പക്ഷേ അവർ നമ്മളെ പ്രസവിച്ചവരാണ്, നമ്മളെ പോറ്റിയവരാണ്. നമ്മളെ അവർ കൊന്നിട്ടില്ല, നമ്മളെ അവർ സംരക്ഷിച്ചു, നമുക്ക് അറിവ് തന്നു, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നു. അവരെക്കാൾ നമ്മൾ ഒരിക്കലും വളരൂല. അവർക്കെന്നും അർഹമായ ആദരവും ബഹുമാനവും നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാർ. ആ ഉസ്താദുമാർ ഏറ്റവും ബഹുമാനമുള്ളവരാണ്. നമ്മളെ പൂർവ്വകാല ആലിമീങ്ങളൊക്കെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നിടത്തേക്ക് ഒരു പന്ത് വന്നു. അപ്പുറത്തെ പറമ്പെന്ന് കുട്ടികൾ പന്തളിക്കണ പന്ത് വന്നു. ആ പന്ത് എടുക്കാൻ വേണ്ടി ഒരു കുട്ടി ഓടി വന്നു. ആ കുട്ടിയെ കണ്ടപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആദരവോടെ എഴുന്നേറ്റ് നിൽക്കാണ്. പന്തളിച്ചിണ ഒരു കുട്ടി പന്തെടുക്കാൻ വന്നപ്പം കുട്ടീനെ കണ്ടപ്പോൾ എന്തിനാ ബഹുമാനിച്ച ആൾക്കാർക്ക് സംശയമായി. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത്, അതെൻ്റെ ഉസ്താദിൻ്റെ മകനാ. ആലോചിച്ച്, ഉസ്താദ് എന്ന് പറഞ്ഞാൽ ചെറിയ എന്തോ ഒരു സാധനം പഠിപ്പിച്ചു കൊടുത്ത ആളാ. ആ ആളെ മാത്രമല്ല, ആ ആളെ മകനെ വരെ ബഹുമാനിക്കുക. ഇതാണ് മുതഅല്ലിമീങ്ങൾ. ആലിമീങ്ങളെ ബഹുമാനിക്കണം, ഉസ്താദുമാരെ ആദരിക്കണം. ആ അദബും ഗുരുത്വവുമാണ് നമ്മളെ വളർച്ചക്കും ഉയർച്ചക്കും നിദാനമാകുക. അതുപോലെ നമ്മൾ താമസിച്ചു പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ വീടാകുന്ന പള്ളിയാണ്. ആ പള്ളിയോടുള്ള ഹുർമത്തും അദബും അതേറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ പള്ളിയോട് യോജിക്കാത്ത വാക്കോ പ്രവൃത്തിയോ പെരുമാറ്റമോ ഒരിക്കലും നമ്മളിൽ നിന്നുണ്ടാകരുത്.
പള്ളിയുമായി ബന്ധപ്പെടുന്ന മുത്തഅല്ലിമീങ്ങളാവട്ടെ സാധാരണക്കാരാവട്ടെ, ആ പള്ളിയിൽ നിന്ന് നമ്മൾ കാണിക്കുന്ന, പ്രത്യേകിച്ച് ഓതിപ്പടിക്കുന്ന കാലത്ത് കാണിക്കുന്ന ഗുരുത്തക്കേടുകൾ, അദബ് കേടുകൾ നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോളൂ. ആ മുത്തഅല്ലിം നേരായ മാർഗത്തിൽ വളരുകയില്ല. പള്ളിയുടെ ഹുർമത്ത് മാനിക്കാതെ, അതിൻ്റെ അദബ് പാലിക്കാതെ അവിടെ പെരുമാറിയവർ, അവർക്ക് ശരിയായ രീതിയിലുള്ള ഒരു ആലിമായി വളരാൻ കഴിയില്ല. അതുകൊണ്ട് എന്തു വേണം? പള്ളിയിൽ ജമാഅത്ത് നടക്കും. അത് ഇസ്ലാമിൻ്റെ വലിയൊരു ശിആറാണ്. അവിടെ ഓരോ മുത്തഅല്ലിമും കരുതേണ്ടതെന്താ? ആദ്യ സൊഫിൽ ഞാനാണ്, ഇമാമിൻ്റെ തൊട്ടുവേക്കിൽ ഞാനാണ്, തൊട്ട് വലത് ഞാനാണ്. അങ്ങനെ അഫ്ളലായ സ്ഥലയുടെ അവിടെ എത്താൻ വേണ്ടി നിങ്ങൾ വെമ്പൽ കൊള്ളണം. നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോളൂ. നിങ്ങൾക്ക് അറിയാം, ഇന്ന് ഈ സ്വഭാവം നിങ്ങളെ മുത്തഅല്ലിമീങ്ങളെ കൂട്ടത്തിൽ ആർക്കാണ്? ജമാഅത്തിന് കൃത്യമായി പങ്കെടുക്കുകയും അത് മുന്നിലെ സൊഫിൽ തന്നെ ഇടം കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന കുട്ടികൾ എന്നും മുന്നിലുണ്ടാകും. മർക്കസു സഖാഫത്ത് സുന്നിയയിൽ പഠിക്കുന്ന കാലത്ത് അന്ന് ഞങ്ങളിത് ശ്രദ്ധിച്ചു. ഞങ്ങളെ കൂടെ പഠിച്ചവരൊക്കെ നമുക്കറിയാം, മുന്നിലിരുന്നിന് ആൾക്കാരൊക്കെ ഒന്ന് മുന്നിലുണ്ട്. വെളിച്ചം മറിഞ്ഞോലും ബാക്കിൽ പോയോലും വൈകി വരുന്നോലും ഒക്കെ വൈകി തന്നെ എപ്പോഴും ഓടണം. അതുകൊണ്ട് മുത്തഅല്ലിമീങ്ങൾ പള്ളിയിൽ താമസിക്കുന്ന സമയത്ത് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ജമാഅത്തിന് നമ്മളെപ്പോഴും മുന്നിലെത്തണം. അത് നമ്മളെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് കാരണമാകും. അവിടെ നമ്മൾ പിറകോട്ട് മാറി നിൽക്കരുത്. പള്ളിയുടെ അദബും മര്യാദയും നമ്മൾ പാലിക്കണം. അതിൻ്റെ ഹുർമത്തിന് ഭംഗം വരുത്തുന്ന ഒന്നും നമ്മളിൽ നിന്നുണ്ടാകരുത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഹദീസ് 10 കിതാബിലൊക്കെ നമ്മൾ ഓതിപ്പോയിട്ടുണ്ട്. അള്ളാഹിൻ്റെ പള്ളിയിൽ വെച്ച് ഭൗതിക സംസാരത്തിൽ ഒരാൾ ഏർപ്പെട്ടാൽ 40 കൊല്ലത്തെ അമല് പൊളിഞ്ഞു എന്നൊക്കെ ഉണ്ട് അല്ലേ? നമ്മളാകെ 10 കൊല്ലമായിട്ടേ ഉള്ളൂ. അപ്പം ഇനി പൊളിയാൻ ബാക്കിയാണ്. അപ്പോൾ കുറേ തെറ്റുകൾ നമ്മളിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ശ്രദ്ധിക്കണം. പിന്നെ നാട്ടുകാരൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മുത്തഅല്ലിമീങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊക്കെ ഉസ്താദുമാരാണ്. ഓല് ഇന്നലെ വന്ന കുട്ടികളാണ്. ഓല് ചിലപ്പോൾ അവിടെ നിന്ന് ഓല കളിയും ഓല വീടും ഓല അലക്കലും കുടിക്കലും ഒക്കെ അവിടെ നിന്ന് തന്നെയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒക്കെ കളിയാണെന്ന് നിങ്ങൾക്ക് തോന്നും. എല്ലാം കളിയല്ല. പിന്നെ നിങ്ങൾ കണ്ടില്ലേ, വീട്ടിൽ നമ്മൾ പോറ്റുന്ന ഈ മൂരിക്കുട്ടന്മാരും ഒക്കെ ആടും കുട്ടികളൊക്കെ വളരുന്ന സമയത്ത് ഒരു പ്രായത്തിൽ തുള്ളി ചാടുക, ഓടുക എന്നൊക്കെ പറഞ്ഞത് അത് പ്രകൃതിപരമാണ്. ഇതുപോലെ ഈ 13, 14 ഒക്കെ വയസ്സായ കുട്ടികളുണ്ടല്ലോ, ഒരു വെറുതെ അങ്ങനെ വെറുതെക്കുമൊന്ന് തുള്ളും. അതങ്ങനെ പറ്റുള്ളൂ. കുന്തിരിടുക്കും കുട്ടികൾ. അതവരെ പ്രകൃതിപരമായുള്ളൊരു ചാട്ട, അത് കളിക്കാണ് നിങ്ങൾ കാണരുത്. അങ്ങനെ ഒരു ഓട്ടം അങ്ങോട്ട് വാങ്ങി, ഒരു കുട്ടി പള്ളിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് വാങ്ങി, അപ്പോഴേക്ക് നമ്മൾ വടിയെടുത്ത് ഓലൊക്കെ പള്ളി പൊളിച്ച് താഴെടാണോ എന്ന് പറഞ്ഞ് അതവില്ലാത്ത കുട്ടികളൊന്നും പറഞ്ഞുവിടരുത്. അത് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു ഓട്ടും ചാട്ടം ഒക്കെ ഉണ്ടാവും. ഓലൊക്കെ ഇവിടുന്ന് തന്നെയല്ലേ, ഓല വീടും എല്ലാം പള്ളിയാണല്ലോ. അപ്പം അത്തരം കാര്യങ്ങൾ ആ കുട്ടികളുടെ പ്രായം മാനിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുകയും അത് സൗമ്യമായി നിങ്ങൾ അവരെ ഉണർത്തുകയും ചെയ്താൽ ആ കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കും. അപ്പം അങ്ങനെയുള്ള അദബുകൾ എല്ലാ വിഷയത്തിലും നമ്മൾ പാലിക്കണം. ചെറിയ അദബ് കേട് മതിയാകും നമ്മളെ പഠനം അത് പാതി വഴിയിൽ അവസാനിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വഴിമാറി സഞ്ചരിക്കാൻ കാരണമാവുകയോ ഒക്കെ ചെയ്യാൻ. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി ഈ സേവനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ നിങ്ങളെപ്പോഴും ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയും ചെയ്യണം. ഇന്ന് നമ്മളെ കേരളത്തിൽ ദർസി സംവിധാനം അൽഹംദുലില്ലാഹ് അത് കുറ്റിയേറ്റു പോയിട്ടൊന്നുമില്ല. പള്ളി ദർസുകൾ കുറഞ്ഞു വരുന്നു എന്നതൊരു സത്യമാണെങ്കിലും അതിന് പകരം ദഅവാ കോളേജുകൾ ധാരാളമുണ്ട്. പള്ളി ദർസുകളെക്കാൾ കൂടുതൽ മുത്തഅല്ലിമീങ്ങൾ എടുത്തുകൊണ്ടുള്ള ദഅവാ കോളേജ് നമ്മളെ സംഘടനയുടെ കീഴിൽ തന്നെ ജാമിയത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ കീഴിലാണ് ഇതിന് ഏകീകരിക്കപ്പെട്ടത്. അൽഹംദുലില്ലാഹ് 300 ചില്ലാനം ദഅവാ കോളേജുകളിലായി 12,000 മുത്തഅല്ലിമീങ്ങൾ നമ്മളെ സ്ഥാപനങ്ങളുടെ കീഴിൽ പഠിക്കുന്നു. അതൊരു വലിയ സംരംഭമാണ്. ഈ 12,000 മുത്തഅല്ലിമീങ്ങളും പഠിച്ചു പോകുന്നത് ദഅവാ കോളേജ് സിസ്റ്റത്തിലാണെങ്കിൽ അവർക്കെല്ലാം ക്യാൻറ്റീൻ സംവിധാനത്തിലൂടെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. അവർ മതം പഠിക്കുന്നുണ്ട്, അതോടൊപ്പം ഭൗതികവും പഠിക്കുന്നുണ്ട്.
ഇത് രണ്ടിനും അവർക്ക് അധ്യാപകന്മാരുണ്ട്, അവർക്കൊക്കെ മികച്ച ശമ്പളം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാസം ഇത്രയും കുട്ടികളെ പഠിപ്പിക്കാൻ, അവർക്ക് താമസിക്കാനുള്ള സൗകര്യം, കരണ്ട് സംവിധാനം, ഭക്ഷണം, ശമ്പളം, മറ്റ് പഠനോപകരണങ്ങൾ, എത്ര കോടി രൂപയാണ് ഈ സമുദായം ചെലവഴിക്കുന്നത് നിങ്ങൾക്കറിയോ? ചെറിയ തുകയൊന്നുമല്ല, കോടിക്കണക്കിന് രൂപയാണ്. ഇപ്പം നമ്മൾ ജാമ്യത്തുൽ ഹിന്ദിൻ്റെ കീഴിൽ ഒരു പരീക്ഷ നടത്തി. ആ പരീക്ഷ നടത്താൻ 17 ലക്ഷം റുപ്യ ചെലവാണ്. ഒരു പരീക്ഷ നടത്താൻ 17 ലക്ഷം റുപ്യ ചെലവാണ് ഒരു സെമസ്റ്ററിന്. അപ്പം ഇങ്ങനെ നിങ്ങൾ കണക്കൂട്ടി നോക്കിയാൽ ഈ ഉമ്മത്ത് വലിയ പണം ചെലവഴിക്കുന്നത് ഇത് എവിടുന്ന് കിട്ടുന്നതാ? ഒരൊറ്റ ഗവൺമെൻറ്റും 10 രൂപ പോലും നമ്മളെ ദീൻ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി തരുന്നില്ല. പിന്നെയോ ഇത് നമ്മുടെ സംഘടനാ സംവിധാനത്തിലൂടെയാണ്. എല്ലാ സ്ഥാപനങ്ങളെയും ആളുകൾ സഹായിക്കുന്നത് എന്തിൻ്റെ പേരിലാ? പ്രാസ്ഥാനികമായ ഈ കൂട്ടായ്മ കാരണമാണ്. നിങ്ങൾക്കറിയില്ലേ, സുൽത്താനുൽ ഉലമ AP ഉസ്താദ് ഹഫിളഹുല്ലാഹു വറഅ വർഷങ്ങൾക്ക് മുമ്പ് 1970കളുടെ തുടക്കത്തിൽ ആദ്യമായി ഗൾഫ് യാത്ര നടത്തിയ ഒരു രംഗമുണ്ട്. അങ്ങോട്ട് പോകാൻ ഒരു വിസക്ക് വേണ്ടി പിടിക്കാത്ത കാലില്ല. അവസാനം അത് കിട്ടി. അങ്ങനെ ബോംബെയിൽ ചെന്ന് കയറി, വിദേശ രാജ്യത്ത് ചെന്നിറങ്ങി. എയർപോർട്ടിൽ നിന്ന് ആരെങ്കിലും ഒന്ന് കൂട്ടിക്കൊണ്ടോണ്ടേ? ആരുമില്ല. പിന്നെ കൂട്ടിയാരോ എവിടെ എത്തി. അവിടുന്ന് ഒരു കട്ടൻ ചായ കിട്ടാഞ്ഞിട്ട് ഉസ്താദും അവേലത്ത് തങ്ങളും ഒക്കെ ദീർഘമായി നടന്ന് ക്ഷീണിച്ച കഥകളൊക്കെ അവർ പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്. ഉസ്താദ് അവர்கள் പിന്നീട് എന്ത് ചെയ്തു? ഘട്ടം ഘട്ടമായി നില മെച്ചപ്പെടുത്തി ഗൾഫ് രാജ്യത്തിൻ്റെ ഓരോ പ്രാന്തപ്രദേശത്തും ചെന്ന് അവിടെയൊക്കെ SYSൻ്റെ ഘടകം രൂപീകരിച്ചു. ഇന്നിപ്പോൾ അത് നമ്മൾ ICF എന്ന് പറഞ്ഞ് ഒരു വേറെ പേരിലാക്കി അതിനെ ഏകീകരിച്ചിട്ടുണ്ട്. ആ സംഘടനാ സംവിധാനം എല്ലാ മലയാളികൾ താമസിക്കുന്ന നാട്ടിലും കൊണ്ടുവന്നു. ഇന്ന് ഞങ്ങളെപ്പോലത്തെ ഒരാൾ വിദേശത്ത് പോകണമെന്ന് പറഞ്ഞാൽ അപ്പം വിസോലും ഇങ്ങോട്ട് അയച്ചു തരും. ടിക്കറ്റ് അവരെടുത്തു തരും. എയർപോർട്ടിൽ അവർ നമ്മളെ വാഹനമായിട്ട് കാത്തു നിൽക്കും. അതിൽ കയറ്റി മികച്ച താമസ സൗകര്യങ്ങളെടുത്ത് കൊണ്ടിറക്കും. നല്ല ഭക്ഷണം തരും. പരിപാടി സംഘടിപ്പിക്കും. നമ്മൾ അവിടുന്ന് വിഷയം പറയും. ആളുകൾ സംഭാവന തരും. ഈ ഒരു സംവിധാനം ഇവിടെ ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഈ ദർസും ദഅവാ കോളേജുകളും നിലനിൽക്കൂല. അതുകൊണ്ട് തന്നെ പ്രാസ്ഥാനികമായ സംവിധാനങ്ങളെ നമ്മൾ ശക്തിപ്പെടുത്തണം. ഈ ഉണർവും ഉന്മേഷവുമൊക്കെ നമുക്ക് നൽകുന്നത് ഈ സംവിധാനമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കണം, ഇന്ന് ഇസ്ലാമിക ഗവൺമെൻ്റല്ല ഇവിടെ ഭരിക്കുന്നത്. ഖിലാഫത്ത് ലോകത്തെവിടെയും നിലവിലില്ല. ഇന്ന് ദീന് നിലനിർത്താൻ ഞാനും നിങ്ങളും ഒറ്റക്ക് വിചാരിച്ചാൽ നടക്കൂല. ഇങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെയല്ലാതെ അള്ളാൻ്റെ മതം സംരക്ഷിക്കാൻ വേറെ മാർഗമില്ല. ഈ സംവിധാനമുള്ള കേരളത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ച എന്താ? എത്ര മനോഹരമാണ്. നിങ്ങൾ രാവിലെ 6 മണിക്ക് കേരളത്തിൽ നടക്കുന്ന സംഗതി ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ഇങ്ങനെ കണ്ണടച്ചൊന്ന് ഓർത്തു നോക്കണ്ടി. എന്താ ഒരു പ്രഭാതത്തിൽ നമ്മളെ കേരളത്തിൽ നടക്കുന്നത്? ലക്ഷക്കണക്കായ വീടുകളിൽ നിന്ന് മക്കന ധരിച്ച പെൺകുട്ടികളും തൊപ്പിയിട്ട ആൺകുട്ടികളും വീട് വിട്ടിറങ്ങാണ്. വളരെ ശാന്തമായി ഓരോ പ്രദേശത്തും ഉണ്ടാക്കിയ വളരെ മനോഹരമായ മദ്രസ കെട്ടിടങ്ങളിലേക്ക് അവർ നടന്നു ചെല്ലുന്നു. അതേ സമയത്ത് തന്നെ വീട്ടിൽ നിന്നും പരിസരത്തെ പള്ളികളിൽ നിന്നുമൊക്കെ ബൈക്കും കാറും എടുത്ത് ഉസ്താദുമാരും ഒഴുകുന്നു. അങ്ങനെ ആ മദ്രസയിലെത്തി ഫാത്തിഹ ഓതി തുടങ്ങി. ഖുർആൻ ഓതി, തജ്വീദ് പഠിച്ച്, അഖ്ലാഖ് പഠിച്ച്, ദീനിയാത്തും അമലിയാത്തും ഒക്കെ പഠിച്ച് സ്വലാത്ത് ചൊല്ലി പിരിയുന്നു. ഒരെണ്ണയിട്ട യന്ത്രം പോലെ ലക്ഷക്കണക്കിന് കുട്ടികൾ. ആരും വടിയെടുത്ത് തെളിക്കണ്ട. ഒരേ താളത്തിലും രാഗത്തിലും ഇങ്ങനെ നടക്കുക. ഇനി നിങ്ങളൊന്ന് ചിന്തിക്കുക, ഈ സംഘടനാ സംവിധാനം ഇല്ലാത്ത വേറെ ഏതെങ്കിലും നാട്ടിൽ ഈ ഒരു ഒഴുക്കിൽ ഇത് നടക്കണ്ടോ? ഇതെന്തുകൊണ്ട് നടക്കുന്നതാ? അത് നമ്മളെ ഉസ്താദുമാരുണ്ടാക്കിയ ഈ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ നിസ്കരിക്കണമെന്നൊരു ചിന്ത ഉണ്ടായാൽ ഒന്നെടുക്കേണ്ടത് എങ്ങനെയെന്നറിയാത്തവർ നമ്മളെ കേരളത്തിലില്ല. ഫാത്തിഹ ഓതേണ്ടവരെങ്ങനെയെന്നറിയാത്തവർ നമ്മളെ കേരളത്തിലില്ല.
അടിസ്ഥാനപരമായ മതത്തിൻ്റെ എല്ലാ അറിവുകളും സർവ മനുഷ്യരെയും പഠിപ്പിച്ചു കൊടുക്കാൻ ഈ ഒരു സൗകര്യം ഇവിടെ ഉണ്ടാക്കിയത് നമ്മുടെ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് നമ്മളെ മുത്തഅല്ലിമീങ്ങളെയും നമ്മളെ നാട്ടുകാരെയും ഒക്കെ ദീനീ കൂട്ടായ്മയോട് ചേർന്നു നിൽക്കാൻ നമ്മളെപ്പോഴും പ്രചോദിപ്പിക്കണം. മുത്തുനബി പറയുന്നത് യദുല്ലാഹി അലൽ ജമാഅ, കൂട്ടം ചേർന്ന് നിൽക്കുന്നിടത്താണ് അള്ളാന്റെ പിന്തുണ ഉണ്ടാകുക. മൻ ശദ്ദ ശുദ്ധ ഫിന്നാർ, ആരെങ്കിലും കൂട്ടം വിട്ട് സഞ്ചരിച്ചാൽ അവൻ ഒറ്റപ്പെട്ട് നരകത്തിലാപതിച്ചു പോകും. അപ്പം ഞാൻ ഒറ്റയാനായൊരു വഴിക്ക് അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ആ ഒരു പിന്തുണയോടെയാണ് ഈ മുന്നോട്ട് പോക്ക് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന, നമ്മളെ കാണാത്ത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പലരുടെയും സഹായം കൊണ്ടാണ് നമ്മളൊക്കെ പല സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ചത്, നമ്മൾ ഭക്ഷണം കഴിച്ചത്. അവരെ ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടാകൂല. ഇനി ഇവിടുത്തെ ദർസ് പോലെ നിങ്ങൾ കാണുന്ന, നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അവരെ ഒന്നും നിങ്ങൾ വിസ്മരിക്കരുത്. എപ്പോഴും നമ്മളെ പ്രാർത്ഥനയിൽ അവരെല്ലാവരും ഉണ്ടാകണം. മുത്തഅല്ലിമീങ്ങളെ മനസ്സിൽ തട്ടിയുള്ള പ്രാർത്ഥന തീർച്ചയായും ഇജാബത്തുണ്ടാകും. അത് പ്രതീക്ഷിച്ചാണ് ഈ ദർസിനെ ഈ നാട്ടുകാർ പിന്തുണക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇനിയും ഭംഗിയായി മുന്നോട്ട് പോകണം. അർഹമുർ-റാഹിമീനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഈ വൈകിയ വേളയിൽ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി കബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമുർ-റാഹിമീനായ റബ്ബേ, സയ്യിദന്മാരെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടക്കുകയാണ്. നീ കബൂലാക്കണേ റഹ്മാനെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ച, ചിന്തിച്ച, സന്നിഹിതരായ, സഹായിച്ച എല്ലാവർക്കും നീ സ്വാലിഹായ അമലായി ഇതിനെ കബൂലാക്കണേ അല്ലാഹ്.